ഗോഷ്, പ്ലോട്ട് ട്വിസ്റ്റ്. റായ ഞങ്ങളെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ പഠിച്ച സ്കൂളാണിത്. അപ്പൊ പള്ളിക്കളസൊക്കെ എടുത്തിട്ട് പണ്ട് പോയ സ്കൂൾ. അയ്യോ സോ ക്യൂട്ട്. വീടെത്തി. ഇതാ വീട് നമ്മുടെ. ശരി. ഗുഡ് മോർണിംഗ്. ഒരു ട്രിപ്പ് വേണം മൂന്നാർക്ക്. അപ്പയും അമ്മയും പിക്ക് ചെയ്യാനായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ബാക്ക് ടു ബാക്ക് ട്രിപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഉറക്കവും ഇല്ല. നമ്മള് ട്രിപ്പ് അടിച്ച് എടുത്തല്ലേ. അയ്യോ നല്ല മൂന്നാറല്ലേ നല്ല. സോ യാ ഹോപ്പ്ഫുള്ളി ഇറ്റ് വോണ്ട് ബി ടു കോൾഡ്. അപ്പോൾ അവിടെ കാണാം. ലിജോനെ പേടിച്ച് അപ്പയമ്മ കറക്റ്റ് 7 മണിക്ക് ഇവിടെ റെഡി ആയിട്ടിരുന്നു. അയ്യടാ അയ്യോ എന്നെ പറ്റി. 7 സീറ്റർ വണ്ടി എടുത്തതാ. എല്ലാരും കൂടെ ബാഗിൽ ക്രാം ചെയ്തു. ദൈവമേ. colors on my rainbow horn from giving out too many wishes, said the unicorn. That's terrible, exclaimed Sarah. How can I help you? രാവിലെ ഇറങ്ങിയോണ്ട് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ദോശയും വടയും ഒക്കെ കഴിച്ചു. Are you happy to go up the top of the mountain? This is gonna be a big long run. It's gonna be a big long drive. Yeah. Wait, you don't put it. We're gonna go up on that mountain. That's a long. It's gonna be a long drive. Which one? See that mountain over there? Too big. നമുക്ക് മൂന്നാർ വളരെ സ്പെഷ്യലാണ്. കാരണം ഇത് അപ്പയുടെ ബർത്ത് പ്ലേസ് ആണ്. അപ്പം ജനിച്ച് വളർന്ന സ്ഥലമാണ്. സോ ഈ ട്രിപ്പിൻ്റെ വലിയൊരു ഉദ്ദേശം തന്നെ അപ്പോൾ പണ്ട് വളർന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെല്ലാവരെയും കാണിക്കാനായിട്ട്, എസ്പെഷ്യലി പിള്ളേരെ. ആൻഡ് അവർക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡൊക്കെ കാണാനും, അപ്പയ്ക്ക് അതുപോലെ തന്നെ അപ്പയുടെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ റീലിവ് ചെയ്യാനും ഒക്കെ. അപ്പയുടെ മൂന്നാർ വരുന്നത് പണ്ടേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസൊക്കെ കാണും. ഞങ്ങളിപ്പോഴും അപ്പം കളിയാക്കുന്നതാണ്. ദാ അപ്പ തൊപ്പിയ കല്ല്, അപ്പ എറിഞ്ഞ കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല കരിക്ക, നല്ല കറി കഴിച്ചു. ആക്ച്വലി പീസസും ഉണ്ട്. ഇതൊരു 2-way ഡ്രൈവ് ആണെന്ന് ആരെങ്കിലും പറയോ? ഒരു വണ്ടിക്ക് തികച്ചു പോകാനുള്ള സ്ഥലമില്ല. മറ്റേ സൈഡില് നല്ല ഡാമും ഒക്കെ ആണ്. ഡാമിന്റെ മറ്റേ സൈഡ്. ഡാമിലോട്ട് അങ്ങനെ കയറി പോവോ? ആ ഇത് വണ്ടി പോകുന്ന വഴിയാ. നമ്മൾ ലോഡഡ് ആണോ? ഇതൊക്കെ ഇവിടെ ആൾക്കാർ ജീപ്പ് പിടിച്ചോ? എന്ത് ഭംഗിയല്ലേ? നമുക്ക് പറയാം. അപ്പൊ വ്യൂ പോയിന്റ് നോക്കി 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 താഴോട്ട് പോലെ. അപ്പൊ വ്യൂ പോയിന്റില് തൊര ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടം. ഒന്ന് ലഞ്ചിന് വന്നു.
ലഞ്ചിന് വന്നു. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ വ്യൂ. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ആണ്. നൈസ് വ്യൂ. Wow, look at that. Gorgeous views. We're going to that. തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്താണ് ഹോട്ടൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ചപ്പാത്തി നല്ല മക്കയൊക്കെ വെരി ഗുഡ് ഫുഡ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ്. അമ്മയെ പിച്ചി പറിച്ച് അമ്മ അവിടെ എത്തുമ്പോഴത്തേനും അമ്മയുടെ ഫേസ് വന്ന മാർക്സ് ആയിരിക്കും. അപ്പാസ് റൈക്കുട്ട, അമ്മാസ് കുഞ്ഞുമണി. ആ ശരി. കേറിക്കോ കേറിക്കോ. ഇപ്പൊ മനസ്സിലായി അവ ജീപ്പ് ഞാൻ ഫ്രണ്ടിലില്ല ശരി. ആരെങ്കിലും ജീപ്പിലിരുന്നിട്ടുണ്ടോ? അപ്പ പിടിച്ചോണേ. നമ്മുടെ ഈ ഭാണ്ട കണ്ട് കണ്ടാ തോന്നുന്നു നമ്മളെന്താ 10 ദിവസത്തേക്ക് വന്നു. എനിക്ക് മനസ്സിലാവില്ല. ഒരു ദിവസത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ 6 മണിക്കൂറത്തേക്ക് ഇത്രയും ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. അങ്കിൾക്കുട്ടിങ് 4 വീൽ ഡ്രൈവ്. നമ്മളിനി ഓഫ് റോഡിങ് പോകുക. ഇതാണ് അതിന്റെ ഇൻക്ലൈൻ. ദിസ് ഈസ് ക്രേസി സ്റ്റീപ്പ്. അത് 2 കൂട്ടം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകും. ഒന്നില് അവിടെ സൈഡ് ഉണ്ടെങ്കിൽ ആ വരുന്നവരെ റിവേഴ്സ് എടുക്കണം. നമ്മൾ വന്നത് ഹിൽ ടോപ്പ് ബൈ ഫ്രാക് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ്. സോ ഇവിടെ ഏക്കർ കണക്കിനുള്ള സ്ഥലമുണ്ട്. ആൻഡ് ആകെപ്പാട് 4 ചെറിയ ഹട്ട്സ് പോലത്തെ ഹൗസസിലാണ്. ആൻഡ് ദ വ്യൂ ഇസ് ബ്യൂട്ടിഫുൾ. വന്നപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ആൻഡ് അവരുടെ തന്നെ കിച്ചണിലാണ് ഉണ്ടാക്കുന്നത്. But the view is absolute highlight. അയ്യോ, ഇവിടെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് ആ വ്യൂ കാണാം. And this is the room, very cute, nice room. And the staff were also so friendly. So pretty. Gorgeous. Look, Dada's coming. Rich. What views? Oh my gosh. അതാണ് വ്യൂ പോയിന്റ്. നമ്മൾ റൂമിൽ കയറി ചെറുതായി മൂന്നാർ അപ്പയ്ക്ക് ഭയങ്കര സ്പെഷ്യലാ. ബിക്കോസ് അപ്പ ഇവിടെ വളർന്നത്. അന്ന് ഈ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? ഈ സ്ഥലമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ കാലാകാലങ്ങളിൽ ഇവിടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തന്നെ 10-16 ഡാമുകൾ പല സ്ഥലങ്ങളിൽ. അപ്പൊ അന്ന് ആ ഡാമൊന്നും ഇല്ലായിരുന്നു? ആനേറങ്ങൽ ഡാം ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ കല്ലാർകുട്ടി ഡാമൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ പണിതത്. കല്ലാർകുട്ടി, വെള്ളത്തൂവൽ. എത്ര വർഷം മുമ്പാ? പക്ഷെ അത് കഴിഞ്ഞ് അന്നൊന്നും ഇതില്ലായിരുന്നല്ലോ. ഇവിടെയൊക്കെ ടീ പ്ലാന്റേഷൻ അല്ലായിരുന്നോ? അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. വെറുതെ കറങ്ങാനായിട്ട്. ഇങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലൊക്കെ എപ്പോഴും ഞങ്ങൾ വരും. ഓക്കെ. അതായിരുന്നു ഞങ്ങളുടെ സ്ഥിരം വിസിറ്റിംഗ് പോയിന്റ്. അത് മൂന്നാറിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ആനമുടി പെരുവരയുടെ ഒരു ഡിവിഷനാണ്. അവിടുന്ന് നടന്നു വരാം. ഓക്കെ ഓക്കെ. ലോങ് ഡിസ്റ്റൻസ്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 10-15 കിലോമീറ്റർ നടക്കുമായിരുന്നു. exact kilometer. Okay. Anyway, it was very interesting. ഇന്നത്തെ നടപ്പൊക്കെ എപ്പോഴും ത്രില്ലിങ്. ദൈവമേ, 15 കിലോമീറ്റർ. അതും ഈ ഇതില്ല, ഹില്ലില്ല. അവിടെ ആ പുഴ
പോരുന്ന വഴിക്ക് ഒരു എക്കോ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദം എടുക്കുമ്പോൾ നമ്മളെന്ത് പറയുന്നു അത് തന്നെ തിരിച്ചു കേൾക്കാം. അത് ഞാൻ പോയിട്ടുണ്ട്, എക്കോ പോയിന്റ് ഞാൻ പോയിട്ടുണ്ട്, മൂന്നാർ എക്കോ പോയിന്റ്. നാളെ പോവാം, അവിടെ വരെ കാണിക്കാം. ഇവിടെ ഇന്ന് റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രൈവറ്റ് റിസോർട്ട്. നമുക്ക് പ്രൈവറ്റ് അവിടെ ഡിന്നർ എല്ലാം സെറ്റ് ചെയ്തു. മീറ്റ് പോവോ? വാട്ട് ഡു യു വാണ്ട് ടു സേ? Something to my head. One scratch me. If video on ആകെ എന്തെങ്കിലും ക്ലംബ്ലെന്ന് പറയും. Which what do you think of this? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു 4-5 ദിവസം കൂടെ നിൽക്കണം, എന്നാലും ഒരു ഫീൽ വരും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് ഡീറ്റോക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. സോ ഈ റിസോർട്ടിൽ ഒരു കെയർ ടേക്കർ ഒരു അണ്ണനുണ്ട്, സെൽവണ്ണൻ്റെ വൈഫ് ആ ആൻറ്റിയാണ് അവിടെ തന്നെ കിച്ചൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇത്ര നല്ല ഹോംലി ഫുഡ് ഞാൻ അടുത്തെങ്ങും കഴിച്ചിട്ടില്ല. ചപ്പാത്തി, ദാല്, ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. എൻ്റെ ദൈവമേ, വായിലൊക്കെ ഇന്ന് അല്ലിയുമായിരുന്നത്. വെജിറ്റേറിയൻ ഫുഡായിരുന്നു, ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് ഭയങ്കര ഒരു ഹോംലി ഫീലുള്ള നല്ല ഒരു ഫീൽ ഗുഡ് ഫുഡായിരുന്നു നമ്മുടെ ഡിന്നർ. ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല തണുപ്പുണ്ട്. ആൻഡ് ദിസ് ഗോർജിയസ് വ്യൂ. To wake up to this view is amazing. Ryan, where are you going? അതൊരു വ്യൂ പോയിന്റാ റയൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം. അത് ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ്. അവിടെ നമുക്ക് ഡാമിന്റെ വെള്ളം എല്ലാം കാണാം. Okay, what do you want to say? What do you want to say? Yeah, you're wearing a pretty t-shirt. Yes, pretty girl അല്ലേ? Yeah, B-I-N-G അല്ല, A-D-I-D-A-S. Good job. Such a beautiful place. നല്ല സുഖം. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവിടെ താഴെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു പ്ലേസിൽ. ആൻഡ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ വി ജസ്റ്റ് ഗോയിങ് ദെയർ ടു ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കിട്ടോ. നമ്മൾ ഓർത്തു നല്ല തണുപ്പല്ലേ, സുഖമായിട്ട് ഉറങ്ങാം എന്നൊക്കെ. പക്ഷെ എന്തോ രാവിലെ 6 മണിക്ക് നമ്മൾ എണീറ്റ് കഴിഞ്ഞു. ഇവളാണ് എണീറ്റത്. റയൻ ഉറക്കായിരുന്നു. Who woke you up, Rai? Dada woke you up. He was so jealous because you were sleeping. Good morning, Lej. Indiye? Why were they jealous? Because you were sleeping and Dada had to wake up. Good morning, Lej. Did you like what I did? Appede ammede cottage adana. Avade. It's close by. Sorry. Adana Appede ammede cottage and this is our cottage. So yeah, really close by. So that's good. Come. Look at my face. Handsome. അടിപൊളിയാ. സൂപ്പറാ. വീഡിയോ ഇടല്ലേ? 500. No one is bigger. Okay, tell me, is this beautiful view? Yeah. So pretty, അല്ലേ? Your what? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ താഴത്തേക്ക് വന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കുണ്ടായിരുന്നത് ഇഡ്ഡലി, ജ്യൂസ്, സാമ്പാർ, ചട്നി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ കുറച്ച് ബ്രെഡൊക്കെ പിള്ളേർക്ക് വേണമെങ്കിൽ ബ്രെഡൊക്കെ ടോസ്റ്റിലും ഉണ്ടായിരുന്നു. നല്ല പൂ പോലത്തെ ഇഡ്ഡലി, അത് നല്ല സൂപ്പറായിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് ചെക്ക് ഔട്ട് ആണ്. നൗ ദ പ്ലാൻ മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. പറ്റുവാണെങ്കിൽ അവിടെ ആനയുടെ ഒരു പാർക്കുണ്ട്, അവിടെയും കൂടെ ഒന്ന് കയറണം. സോറി, പ്ലോട്ട് ട്വിസ്റ്റ്. റയൻ ഞങ്ങളെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. Ryan was angry and he threw us out of the car. Now we are walking. I know, look, Dada's car is there. Are they gonna come back for us? No. No. What can we do? Should we walk? Or should we go back in the car? We'll ask Ryan. See you people. Am I allowed to come back inside? No, Zara can't stay alone. Yeah. With Mama.
She comes with a package. What do you want me to do? I can't leave Zara alone. The car is coming. Vara. Let's car varna. Rai, thank you for letting us back in. You did let us in. അത് ചുമ്മാട്ടോ, ഇടയ്ക്ക് അവന് കുറുമ്പ് കയറി ഞാനായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. നമ്മളൊരു വ്യൂ പോയിന്റിൽ വന്നതാണ്. നല്ലൊരു വാട്ടർഫോൾ ഉണ്ട് ബാക്കില്, ചെറുതാക്കണം. എന്തൊരു തിരക്കാൻ നോക്ക്. നാട്ടിൽ വന്നിട്ട് കരിക്ക് കുടിച്ചില്ലായിരുന്നു ഇതുവരെ. ഇവിടെ കുടിച്ച അതന്നെ കിട്ടാനായിട്ട്. ചേച്ചി കോൺ മേടിച്ചോ? റയലില് കോൺ കിട്ടിയില്ലേ? ആ ഒരു ഓംലെറ്റും മാഗിയും വിത്ത് വ്യൂ. വ്യൂ പോയിന്റ് വാട്ടർഫോൾ ആയിരുന്നു. അതൊരു കുഞ്ഞു വാട്ടർഫോൾ ആയിരുന്നു. അതിനെക്കാട്ടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഈ സ്ട്രീറ്റ് ഷോപ്സും സ്ട്രീറ്റ് മെർച്ചൻസും ആണ്. ഈ പുള്ളി ഉണ്ടാക്കുന്നത് ഒരു മസാല മാഗിയാ. ഈ വ്യൂവിലിരുന്ന് നല്ല ചൂട് മാഗി കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സ്നാക്സ് കഴിക്കാം. ഓംലെറ്റ് അതാ ആ സത്യ ഓംലെറ്റ് എങ്ങനെയുണ്ട്? ഞാനല്ലേ മാഗി ആവുന്നേ ഉണ്ടോ? ബ്രെഡ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയോ? ആ കേട്ടോ, എടുത്തോണ്ടിരിക്കാം. ഓ ഇങ്ങനെ. അപ്പൊ ഞാൻ പയ്യെ എടുത്തോളാം. എനിക്ക് ഇത്ര ചൂട് പറ്റില്ല. നല്ല സോഫ്റ്റ് അല്ലേ? ഇങ്ങനെ എത്ര സോഫ്റ്റിനാകുമ്പോൾ മുട്ട കഴിക്കില്ല. നമ്മള് കഴിക്കുന്ന പുറക്കും. അമ്മ എന്താ നൈസ് മാഗി വിത്ത് വ്യൂ. അവർക്ക് ബുദ്ധി ഉണ്ടായില്ല ചെയ്യാൻ. കോടികൾ കൊടുക്കണ്ടായിരുന്നു. കുറച്ച് അരിയുടെ ചെലവേ ഉള്ളായിരുന്നു. അന്ന് വഴി ഉണ്ടായിരുന്നു, ഇന്ന് വഴിയില്ല. ദൈവമേ, വഴി തീർന്നോ? അന്നത്തെ അപ്പൊ ജങ്കായിരിക്കും ഇവിടെ കിടക്കുന്നത്. അന്നത്തെ ഒരു ഓട്ടോ അന്നത്തെ. See all this way Appa when he was a little boy he used to come all this way. Yeah. All the way to school. Yeah, on this was the way he was walking to school. Wait, how long? Oh, it's a private estate. How much kilometers we have to walk? അന്ന് ഹോട്ടലും ഇവിടെയായിരുന്നു ആ വീട്. ആ വീട് പൊളിച്ചിട്ടാണ് അത് ശരി. ഇതപ്പയുടെ കസിന്റെ വീട്. ശരി ശരി. അവര് ഇത് വേറെ 50,000 രൂപയ്ക്ക് അവരത്. ഈ വീടാണോ? ഇതാണോ വീട്? ഇപ്പോഴും അതേ വീടാണോ? പൊളിച്ചു. ഇപ്പൊ എന്നാ അതെ അതെ. ഇതാണ് മൂന്നാർ സെൻട്രൽ ടൗണ്. ടൂറിസ്റ്റ് ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളും അങ്ങനത്തെ കുറെ ഷോപ്പിംഗ് ഏരിയാസും ഒക്കെ ഉണ്ട്. പക്ഷെ റോഡ്സ് ഒക്കെ വളരെ ചെറുതാണ്. വേറെ പല ടൂറിസ്റ്റ് സിറ്റീസ് ലൈക്ക് കൊടൈക്കനാൽ കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മള് തിരിഞ്ഞില്ലേ, അവിടെ അതിന്റെ അപ്പുറയാണ് സ്കൂള്. നമ്മള് തിരിഞ്ഞല്ലോ, ദേവളത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് തിരിഞ്ഞില്ലേ,
അതിന്റെ തൊട്ടപ്പുറയാണ് സ്കൂള്. അവിടെ നിന്ന് തുടങ്ങിയ, അതായത് ശരിക്കും കിലോമീറ്റർ നോക്കിയാൽ അറിയാം. ഈ ദൂരം മുഴുവൻ നടക്കണം, ഇങ്ങനെ നടന്ന് ഇതിനകത്ത് ഒരു ചേഞ്ചില്ല, അങ്ങനെ തന്നെ. ഇതാണ് അപ്പയുടെ സ്കൂള്. അറിയുന്ന ഫോട്ടോ എടുക്കരുത്. ആനമുടി വരെ പോണം. ആനമുടി ഡിവിഷൻ, ആനമുടി. അവിടെ എൻ്റെ ഫാദർ അവിടെ ജോലി ചെയ്തിരുന്നു. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ട് പുറത്ത് ചെക്ക് പോസ്റ്റും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സോ അപ്പൊ ഇരുന്ന് പറയായിരുന്നു ഫാദർ ഇവിടെ വർക്ക് ചെയ്തിരുന്നു, അപ്പ ഇവിടെ പഠിച്ചു വളർന്നതെന്നൊക്കെ. അപ്പൊ അവര് നമുക്കൊരു സ്പെഷ്യൽ പെർമിഷൻ തന്നു അകത്തേക്ക് കയറാനായിട്ട്. ഇതപ്പ പഠിച്ച സ്കൂളപ്പ മെമ്മറീസ് വരുന്ന ഇതപ്പ പഠിച്ച സ്കൂളാണിത്. അപ്പൊ പള്ളിക്കളസൊക്കെ എടുത്തിട്ട് പണ്ട് പോയ സ്കൂൾ. അയ്യോ സോ ക്യൂട്ട്. There you go. This is Appa school, look. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ആണ്. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് ചൈൽഡും ഗ്രാൻഡ് ഫാദറിന്റെ പഠിച്ച പ്രൈമറി സ്കൂളിൽ വീണ്ടും വരിക എന്നൊക്കെ പറയുന്നത്. റയനാണ് ഇത് വളരെ ഒരു ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവര് പഠിക്കുന്ന ഒരു സ്കൂൾ ആംബിയൻസും സംഭവങ്ങളൊന്നും അല്ലല്ലോ. സോ ദിസ് ഇസ് സച്ച് എ ക്യൂട്ട് മൊമെന്റ്. ഗ്രൗണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. ആണോ? നല്ല ഗ്രൗണ്ട് ആയിരുന്നു. എന്താ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നോ? ഞങ്ങൾ അതാ ഇപ്പൊ തടിമില്ലായതല്ലേ? അത് തടിമില്ല. It's a doggy. It's a doggy. പാവൻ ഡോഗിയാടാ. എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പയുടെ പണ്ടേ അപ്പ പറയാറുണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ. പക്ഷെ ആ വഴിയിലൊക്കെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത് പൂളു അടിച്ചതല്ലല്ലോ, ശരിക്കും ഇത്ര നടന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ സ്കൂളിൽ ഡെയിലി പോകുന്നത് ഈ പറയുന്ന 5-6 കിലോമീറ്റർ ഈ ഹില്ലിൽ കൂടെ മേളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങി നടന്നിട്ടാണ് എന്നും പോയിക്കൊണ്ടിരുന്നത്. എന്തിനൊരു സാധനം മേടിക്കണമെങ്കിൽ വരെ ഈ ദൂരം മൊത്തം ട്രാവലും ചെയ്യണം. സോ അത് ഒരു അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. അതും അന്നത്തെ കാലത്ത് ചെരുപ്പും ഇല്ല, ഈ തണുപ്പത്ത് ഒക്കെ പോണം. പിന്നെ അവിടെ കാണുന്ന ആറിന്റെ കഥയാണ് പിന്നെ അപ്പ പറഞ്ഞത്. ഈ ആറ്റിലായിരുന്നു അവർക്ക് എന്നും ഒന്നും കുളിക്കാൻ പെർമിഷൻ ഇല്ല. സമ്മർ ഹോളിഡേയ്സിന് മാത്രം 1-2 തവണ ഇവർക്ക് എല്ലാവർക്കും അവിടെ വന്ന് കളിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവിടെ തന്നെയുള്ള അവരുടെ ഹിൽ ടോപ്പിന്റെ മുകളിലുള്ള സ്ഥലത്തെ അവർക്ക് കുളിക്കാനൊക്കെ പാടുള്ളായിരുന്നു. അപ്പം ഇവിടെ വരുന്നത് അവർക്ക് എന്തോ ഒരു പിക്നിക് ഒക്കെ പോലെയായിരുന്നു. ഞായറാഴ്ചയായിരുന്നു കൊളുന്ത് പണിക്കില്ല. ഓ ഇന്ന് സൺഡേ, അതുകൊണ്ട് അവിടെ ചേർച്ചുള്ള ആ മോളത്തെ വീടില്ലേ, ഓ ആ ബ്ലൂ ഹൗസ്. ശരി 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 ശരി. മെഷീനോ? അല്ലടാ, ആ അങ്ങനെ. ശരി 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 ശരി. മറ്റേ പച്ചക്കറികളൊക്കെ വിൽക്കാനായിട്ട്. ആ മനസ്സിലായി മനസ്സിലായി. ഓക്കെ. ടീ ഫാക്ടറി അവിടെ താഴെ കാണുന്നത്. Hi kids. No. Again my fight with me. Again fight with me. Hi. പറയുമ്പോൾ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന കാഴ്ച അവിടുന്ന് കാണാം. അപ്പൊ അമ്മച്ചി വണ്ടി വരുന്നുണ്ട്. എന്നുവെച്ചാ ഇവിടെ നിന്ന് എവിടുന്ന് ആ വണ്ടി അവിടുന്ന് വരുന്ന വണ്ടി കാണാം. കുറെ കെട്ടിടങ്ങൾ കണ്ടു. കാണത്തില്ല കേട്ടോ. ആ വണ്ടിയിലാണ് ഞങ്ങള് ട്രക്കിങ്ങിന് പോകുന്നത്. എല്ലാവരും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടിൽ അന്ന് 1-2 വണ്ടിയല്ലേ വരത്തുള്ളൂ. അപ്പൊ വണ്ടി വന്നാൽ നമ്മുടെ ഇങ്ങോട്ടാണെന്ന് അറിയാം. ആ ഇതില്ല, തേയിലയില്ല. ഓ അത് വെള്ളം ഒഴുകാനുള്ള സ്ഥലാ? വെള്ളം ഒഴുകാനുള്ള സ്ഥലമല്ല, പാറയാണ്. ആ വെളുക്കപ്പാറ എന്നതിന്റെ പേര്. പാറയുടെ പുറത്തിപ്പോ കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നതാ. ഇതുണ്ടോ? ഇതൊക്കെയാണ് അപ്പച്ചന്റെ ഏരിയ. ഓ ഓ അപ്പൊ ഞാൻ മാനേജ് ചെയ്തോണ്ടിരുന്ന. അപ്പച്ചന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം ഈ മലയുടെ അപ്പുറേ ഒരു കുറച്ച് ഇതേപോലെ ഒരു സ്ഥലമുണ്ട്. ആ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അവിടെ മേലെ നടക്കാൻ. അയ്യോ അവിടെ വരെ നടക്കണം, എന്നും നടന്നു പോണം. No. ഓ നമുക്ക് ഈ വണ്ടി പോകുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്.
ഇതിൻ്റെ ടെറൈൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനായിരുന്നു കേട്ടോ. സോ ചില സ്ഥലത്തൊക്കെ നമുക്ക് തന്നെ ഡൗട്ടായിരുന്നു ഇവിടെ വണ്ടിയൊക്കെ പോവുമോ എന്ന്. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ കുറേ ദൂരമൊക്കെ പോയി. ആൻഡ് ഇപ്പോൾ കേട്ടല്ലോ അങ്ങനെ ഓരോരോ സ്ഥലത്തിനും ഓരോരോ ചെറിയ ഏരിയാസിലും ഒക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് അപ്പോഴേക്ക്. ആൻഡ് ആ മെമ്മറീസൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മളവിടെ കഥകളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സെക്ഷൻ അവിടുത്തെ വർക്കേഴ്സൊക്കെ അന്നും ഇവർ ക്വാർട്ടേഴ്സായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ ഈ മാനേജേഴ്സ്, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ്, കണ്ടക്ടേഴ്സ് അവർക്കൊക്കെ കുറച്ചുകൂടെ ഹിൽ ടോപ്പിൻ്റെ മേലിലായിരുന്നു അവരുടെ വീടുകളൊക്കെ. Inside that house, that was Appa's house. അതാണോ ആനമുടി ബംഗ്ലാവാണോ? അതാണോ? അല്ല ഇതാണോ വീട്? പ്രൈവറ്റ് പ്രോപ്പർട്ടി. നമുക്ക് ഇവിടെ ഇറങ്ങാം. നേരത്തെ കണ്ട ബംഗ്ലാവ് അല്ലായിരുന്നു വീട്, അത് അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറിന്റെ വീടായിരുന്നു. സോ അന്നൊക്കെ മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഒക്കെ ബ്രിട്ടീഷേഴ്സ് മാത്രമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടക്ടേഴ്സ് മുതലുള്ളതാണ് ഇന്ത്യൻസിന് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോ പോകുന്നത് അപ്പയുടെ വീട്ടിലോട്ടുള്ള വഴിയാ. അയ്യോ, ഇത് ഈ വഴിയൊന്നും ഇപ്പൊ കാർ പോലും കേറില്ല. കാർ വേണേ കേറുമല്ലേ അപ്പ, എന്നാലും റിസ്കാ. പണ്ടൊക്കെ ഇപ്പൊ എങ്ങനെയാ ജീപ്പ് വന്നോണ്ടിരുന്നത്? ജീപ്പ് ജീപ്പൊക്കെ പോകുമായിരിക്കും, പക്ഷെ നോർമൽ വണ്ടികൾ പോവില്ല. ഇങ്ങനത്തെ വഴിയാ. മോനൊന്ന് വീണു, അതുകൊണ്ട് പിന്നെ പിള്ളേരും ലിജോയും എല്ലാരും മറ്റേ വണ്ടിയിൽ ഇനി താഴോട്ട് പോവാ. ഞങ്ങള് നടന്ന് അപ്പയുടെ വീടൊന്ന് കണ്ടിട്ട് വരും. ഇവിടെ വരെ വന്നതല്ലേ, ഇവിടെ അടുത്താന്നാ പറഞ്ഞ. ഇത് പക്ഷെ ആക്ച്വലി പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് കേട്ടോ. നമ്മൾ അവരോട് പെർമിഷനൊക്കെ ചോദിച്ച് സ്ഥലം കാണാനായിട്ടൊക്കെ വന്നതാ. ആ മല കയറിക്കൊണ്ടിരുന്നേ. അയ്യോ ദൈവമേ, എങ്ങനെയാ അപ്പൊ പോകുന്നത്? അപ്പൊ ഇത് മൊത്തം ഇറങ്ങി പോണ്ടേ? ഇത് മൊത്തം ഇറങ്ങി അത് കയറണം. ഓ അപ്പൊ ഇപ്പൊ അവരൊരു പൈപ്പാക്കി. ഓ ഓ ഓ ഓ ഓ ഓ ആ അത് ശരി. മേളിലോട്ടാ വെള്ളം ഒഴുകുന്നത്. അതെല്ലാം കൃഷി സ്ഥലങ്ങൾ. അത് അമ്മച്ചി എവിടെയായിരുന്ന മറ്റേ ടൊമാറ്റോ ഒക്കെ നട്ടോണ്ടിരുന്നത് ആണ്? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ മുതലാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത്. അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ റൂട്ട്സിലോട്ട് തിരിച്ചു വന്നിട്ട്? റൂട്ട്സ് നോക്കി പോയില്ലെങ്കിൽ ഉരുണ്ടുപടച്ച് താഴെ വീഴും. നമ്മുടെ റൂട്ട്സ് എന്നും ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഈ റൂട്ട്സ് റോഡ് പിന്നെ നടക്കുന്നുണ്ടോ? പിച്ച വെച്ച് നടക്കുന്നു. ഇതാണ് വീട്, ഇതാണ് നമ്മുടെ വീട്. അയ്യോ വീടെത്തി തിരിഞ്ഞ. ഇതാണ് നമ്മുടെ വീട്. അയ്യോ വീടെത്തി തിരിഞ്ഞ. ഇതാണ് അപ്പ വളർന്ന വീട്. അപ്പയുടെ വീട് ഇതായിരുന്നു. വാവ്, സോ നൈസ്. അതെ. ഒയ്യോ, എന്റെ മുമ്പിൽ നിന്നോ? ആണോ? അപ്പയുടെ ബ്രദർ നട്ടം. ടാങ്ക് എന്തായിരുന്നു? ടാങ്ക് ഇല്ല. നമുക്കിത് പോയി ചുറ്റി നടന്നിട്ട് വരാം. ഇപ്പൊ വേറെ ആരുടെ വീടാണല്ലോ. താഴെ കിട്ടേക്കാം. പക്ഷെ ഇത് കണ്ടോ, അകത്തിങ്ങനെ ആളുണ്ടോ? ആ, ഇതാ അപ്പൊ ഉണ്ടാക്കിയ വീടാ? അല്ല, അത് നമ്പർ അല്ലേ, സോറി. ഓ അങ്ങനെ. അന്ന് ഈ ബോർഡൊക്കെ ഉണ്ടായിരുന്നോ? കിങ് പോയിന്റ്.
അമ്മച്ചി ഇവിടെ ഒക്കെ നിന്നായിരിക്കും അല്ലേ അലക്കിക്കൊണ്ടൊക്കെ ഇരുന്ന്. അപ്പയുടെ കാൽപ്പാട് കാണാന്ന് വിചാരിച്ചു. അപ്പയുടെ കാൽപ്പാടുണ്ട് ഇപ്പോഴും ഈ വീടിൻ്റെ അകത്ത് കാണാന്ന് വിചാരിച്ചു, പക്ഷെ ആളില്ല ഇവിടൊക്കെ. നമ്മളിങ്ങ് വന്നു, അല്ല നമ്മളിങ്ങ് കേറിന്ന്. ഈ വീട്ടിൽ എന്തോ ഒരു അടിപൊളി മെമ്മറീസാണ് എൻ്റെ അപ്പയ്ക്കുള്ളത്. ഇങ്ങനെ അപ്പയുടെ പേരൻസ്, ഫാദറും മദറും, കുറേ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, ആൻഡ് കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും വന്ന് നിന്ന ഒരു സ്ഥലം. ആൻഡ് അതൊക്കെ നമുക്കൊന്ന് റിലീവ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. ഐഡിയ ഈ വഴി നമുക്ക് താഴോട്ട് നടന്നു പോകാന്നൊക്കെ. ഒരു മിനിറ്റ്, അയ്യോ ഭയങ്കര ലൂസ് ഗ്രാവലാന്നേ, അതുകൊണ്ട് നമുക്ക് നടക്കാനായിട്ടൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ഈ വ്യൂവേ, to wake up to this view every day is beautiful. ഓ അതെ, ഇപ്പോഴും അമ്പലാണോ? ഇപ്പോഴും അമ്പല, ഇപ്പോഴും അമ്പല. റേഷൻ കട, റേഷൻ കട. അവർക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ 2 ആൻറ്റിമാർ വന്ന് ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഞാനിവിടെ ജനിച്ച വീടാന്നൊക്കെ പറഞ്ഞു. അവർക്ക് വേറെ ആൾക്കാരൊന്നും ഈ വഴി വരാറുണ്ടല്ലോ. ഇതെന്താ ഈ വഴി? That's Appa's swimming pool. That's right. Yeah. See, Appa didn't need a swimming pool. He had that. അങ്ങനെ ഒരു ബാക്ക് ടു റൂട്ട്സ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞതാ ഞങ്ങൾ റിട്ടേൺ അടിക്കുകയാണ്. ഓൺ ദ വേ ബാക്ക് ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് പയ്യെ വീട്ടിലോട്ടെത്തി. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ടൈം സ്പെൻഡ് വിത്ത് ഫാമിലി. ആൻഡ് ഈ ദിവസങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. We had such an amazing time and I'm so blessed to go back to my dad's roots and just experience all of that. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. Thanks for watching. Bye bye.